ഹലോ എവരിവൺ, വെൽക്കം ടു CA സബ്മിറ്റ്. എൻ്റെ പേര് നന്ദന. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അപ്പോയിൻമെൻറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ ഫിനാൻസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് ഡേയ്സ് നോക്കാം. ജനുവരി 1 എന്ന് പറയുന്നത് DRDO ഫൗണ്ടേഷൻ ഡേ ആണ്. നമുക്കറിയാം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ് DRDO. അതിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആണ് ജനുവരി 1. പിന്നെ വരുന്നത് ജനുവരി 4 ആണ്. അതെന്ന് പറയുന്നത് വേൾഡ് ബ്രെയിൽ ഡേ ആണ്. പിന്നെ 6 ജാനുവരി വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ് ആണ്. 8 ജാനുവരി എർത്ത് റൊട്ടേഷൻ ഡേ ആണ്. പിന്നെ 9 ജാനുവരി എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിവസ്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് ആളുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് പ്രവാസി ഭാരതീയ ദിവസ്. 2025 പ്രവാസി ഭാരതീയ ദിവസിന് ഒരു തീം ഉണ്ടായിരുന്നു. ഡയസ്പോറ കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് ആയിരുന്നു അത് തീം. പിന്നെ വരുന്നത് 10 ജാനുവരി ആണ്. അത് വേൾഡ് ഹിന്ദി ഡേ ആണ്. നമ്മൾ ഇന്ത്യയിൽ ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 14 നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനുവരി 12 ആണ്, നാഷണൽ യൂത്ത് ഡേ. പിന്നെ ജനുവരി 13 ലോഹരി ഫെസ്റ്റിവൽ ആണ്, പഞ്ചാബിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ജനുവരി 14 പറയുന്നത് സംക്രാന്തി, ബിഹു, പൊങ്കൽ. പിന്നെ 15 ജാനുവരി ഇന്ത്യൻ ആർമി ഡേ ആണ്. 2025 നമ്മൾ 77th ഇന്ത്യൻ ആർമി ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ 16 ജാനുവരിയിൽ 2 ഡേ ആണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ഡേ. ഒന്ന് ലോക്പാൽ ഡേയും പിന്നെ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേയും. പിന്നെ ജാനുവരി 19 എന്ന് പറയുന്നതും നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ഡേ ഉണ്ട്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് റേസിംഗ് ഡേയും കോക്ബറോക്ക് ഡേയും. പിന്നെ 21 ജാനുവരി എന്ന് പറഞ്ഞാൽ ത്രിപുര, മേഘാലയ ആൻഡ് മണിപ്പൂർ ഫൗണ്ടേഷൻ ഡേ ആണ്. 23 ജാനുവരി എന്ന് പറഞ്ഞാൽ പരക്രം ദിവസമാണ്. പിന്നെ 24 ജാനുവരി നാഷണൽ ഗേൾ ചൈൽഡ് ഡേ, ഉത്തർപ്രദേശ് ഫൗണ്ടേഷൻ ഡേ, പിന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ 25 ജാനുവരി എന്ന് പറഞ്ഞാൽ നാഷണൽ ടൂറിസം ഡേ ആണ്. പിന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ. ഈ ഇയറിലെ തീം എന്ന് പറഞ്ഞാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. പിന്നെ 26 ജാനുവരി നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേയും കൂടിയാണ്. പിന്നെ 27 ജാനുവരി എന്ന് പറഞ്ഞാൽ നാഷണൽ ജിയോഗ്രഫിക് ഡേ ആണ്. പിന്നെ 29 ജാനുവരി ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഡേ ആണ്. ജനുവരി 13 നമ്മൾ മാട്രിയസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഗാന്ധിജി മരണപ്പെട്ട ദിവസമായിട്ട്. പിന്നെ ഉള്ളത് അന്ന് തന്നെ വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ജനുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ജനുവരിയിലെ മേജർ അപ്പോയിൻമെൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര ടേക്ക് ചാർജ് ആസ് ചീഫ് ഓഫ് IAF's വെസ്റ്റേൺ കമാൻഡ്. സോ നമ്മുടെ എയർ മാർഷൽ ആയിട്ടുള്ള ജിതേന്ദ്ര മിശ്ര, അദ്ദേഹത്തിനെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ എയർ കമാൻഡിലെ ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മാർഷൽ പങ്കജ് മോഹൻ സിൻഹേനെയാണ് സക്സീഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സിറിയ അപ്പോയിന്റ്സ് മൈസ സബ്രീൻ ആസ് ഫസ്റ്റ് വുമൺ ടു ലീഡ് സെൻട്രൽ ബാങ്ക്. സിറിയയുടെ 17-year ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വുമൺ ആണ് ഈ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഭുവനേഷ് കുമാർ ടേക്ക് ചാർജസ് UIDAI CEO. നമുക്കറിയാം എന്താണ് UIDAI, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ ആധാർ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ CEO ആയിട്ട് ഭുവനേഷ് കുമാർ IAS അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഭുവനേഷ് കുമാർ IAS ഓൾസോ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ അഡീഷണൽ സെക്രട്ടറിയും കൂടിയാണ്. മനീഷ് സിംഗൽ അപ്പോയിന്റ് ആസ് സെക്രട്ടറി ജനറൽ ഓഫ് അസോഷ്യം. സോ എന്താണ് അസോഷ്യം? അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. അതൊരു അപ്പെക്സ് ബിസിനസ് ചേംബറാണ്. അതിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് മനീഷ് സിംഗൽ അപ്പോയിന്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെക്രട്ടറി ജനറൽ ആവുന്നതിന് മുന്നേ FICCI, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും കൂടി ആയിരുന്നു. ഭാരതി കുൽക്കർണി ന്യൂ ചീഫ് ഓഫ് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. സോ നമുക്ക് ഹൈദരാബാദിൽ ICMRന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അതിൻ്റെ ഫിസിഷ്യൻ ആൻഡ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഭാരതി കുൽക്കർണി എന്താണ് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ ന്യൂ ഡയറക്ടർ ജനറൽ അപ്പോയിന്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഫൈസ് അഹമ്മദ് കിദ്വായ് അപ്പോയിന്റഡ് ആസ് DGCA ഡയറക്ടർ ജനറൽ, അശുതോഷ് അഗ്നിഹോത്രി എസ് ന്യൂ FCI ചെയർമാൻ. സോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഫൈസ് അഹമ്മദ് കിദ്വായ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ FCIയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തത്? അശുതോഷ് അഗ്നിഹോത്രി. പിന്നെ വരുന്ന ഒരു അപ്പോയിൻമെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജൽജീവൻ മിഷൻ, മിനിസ്ട്രി ഓഫ് ജൽശക്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആൻഡ് മിഷൻ ഡയറക്ടറായിട്ട് കമൽ കിഷോർ സോയൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യൻ്റെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ഫോമർ ആസാം ക്രിക്കറ്റർ ആയിട്ടുള്ള ദേവജിത് സൈക്കിയനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ട്രഷററായിട്ട് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ക്രിക്കറ്റ് സംഘിലെ പ്രഭ്ജിത് സിംഗ് ബട്ടയെ അപ്പോയിന്റ് ആയി. നെക്സ്റ്റ്
ജസ്റ്റിസ് അരുൺ മിശ്ര ന്യൂ ഓംബുഡ്സ്മാൻ ഓഫ് BCCI. നമ്മളിപ്പോൾ പറഞ്ഞു BCCIയുടെ സെക്രട്ടറിയും ട്രഷറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ അതിൻ്റെ ന്യൂ ഓംബുഡ്സ്മാൻ ആയിട്ട് ജസ്റ്റിസ് അരുൺ മിശ്ര, അദ്ദേഹം ഫോമർ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഓംബുഡ്സ്മാൻ ആൻഡ് എത്തിക് ഓഫീസർ ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വി നാരായണൻ അപ്പോയിന്റഡ് ആസ് ന്യൂ ISRO ചീഫ്. സോ M സോമനാഥനെ സക്സീഡ് ചെയ്തിട്ട് വി നാരായണൻ നമ്മുടെ ISROന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഓൾസോ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും കൂടിയാണ്. പിന്നെ കറന്റ് അദ്ദേഹം ഇപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഉണ്ട്, അവിടുത്തെ ഡയറക്ടർ കൂടിയാണ്. ഫിനാൻസ് സെക്രട്ടറി ശ്രീ തുഹിൻ കന്ത പാണ്ഡെ അപ്പോയിന്റഡ് ആസ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പം നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുള്ള തുഹിൻ കന്ത പാണ്ഡെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം സ്റ്റിൽ ഈ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് ഇനി അത് കണ്ടിന്യൂ തന്നെ ചെയ്തു പോകും. നെക്സ്റ്റ് ന്യൂസ്, ന്യൂ പ്രൊജക്ട് ഡയറക്ടർ ഫോർ LV-M3 വെഹിക്കിൾ അറ്റ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. സോ നമ്മുടെ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ GSLV MK3 അല്ലെങ്കിൽ LMV3, ഇപ്പം അതിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ന്യൂ പ്രൊജക്ട് ഡയറക്ടറായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? വിക്ടർ ജോസഫ് ടി ആണ്. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സോറൻ മിലനോവിക് വിൻസ് അനദർ 5-year term. സോ പ്രസിഡന്റ് ഓഫ് ക്രൊയേഷ്യ ആയിട്ട് സോറൻ മിലനോവിക് ഒരു അടുത്ത 5 വർഷത്തേക്കും കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ, അതായത് ക്രൊയേഷ്യൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സെൻഗ്രേബ് ആണ്. അതേപോലെ തന്നെ കറൻസി എന്ന് പറഞ്ഞാൽ യൂറോ ആണ്. ജസ്റ്റിസ് ഉപാധി ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട്. സോ നമ്മൾ ഇന്ത്യയിൽ 3 ഹൈക്കോർട്ടിലേക്ക് പുതിയ ചീഫ് ജസ്റ്റിസുമാർ അപ്പോയിന്റ് ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഡൽഹി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്. ആരാണ്? ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധി. അതേപോലെ തന്നെ ബോംബെ ഹൈക്കോർട്ടിലേക്ക് ജസ്റ്റിസ് അലോക് ആരാധെ. ദെൻ തെലങ്കാന ഹൈക്കോർട്ട്, അതിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് സുജോയ് പോൾ ആണ്. IPS ഓഫീസർ മഹേഷ് കുമാർ അഗർവാൾ പോസ്റ്റഡ് ടു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. സോ നമ്മുടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് തമിഴ്നാട് കേഡറിലെ IPS ഓഫീസറായിട്ടുള്ള മഹേഷ് കുമാർ അഗർവാൾ അപ്പോയിന്റ് ആയിട്ടുണ്ട്. ജ്ഞാനേന്ദ്ര പ്രസാദ് സിംഗ് അപ്പോയിന്റഡ് ആയി CRPF ഡയറക്ടർ ജനറൽ. നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആസാം പോലീസ് ചീഫായിട്ടുള്ള ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ICSE elect ധനഞ്ജയ് ശുക്ല ആസ് പ്രസിഡന്റ്. സോ എന്താണ് CSI? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? ധനഞ്ജയ് ശുക്ലയാണ്. അതേപോലെ തന്നെ അതിൻ്റെ വൈസ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പവൻജി ചന്ദർക്കാണ്. നിപേന്ദ്ര മിശ്ര റീ അപ്പോയിന്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് PM മ്യൂസിയം ആൻഡ് ലൈബ്രറി സയൻസ്. പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ഉണ്ട്. അതിന് 2023 വരെ അതിൻ്റെ പേര് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നായിരുന്നു. അത് റീനെയിം ചെയ്യപ്പെട്ടത് 2023-ലാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. നിധി കാരെ ഗെറ്റ്സ് അഡീഷണൽ ചാർജസ് MNRE സെക്രട്ടറി. സോ എന്താ MNRE? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നിധി കാരെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വിനീത് ജോഷി ടേക്ക് ചാർജ് ആസ് സെക്രട്ടറി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. അതിന്റെ സെക്രട്ടറി ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? വിനീത് ജോഷി. അദ്ദേഹം ഇതിനു മുന്നേ ചീഫ് സെക്രട്ടറി ഓഫ് മണിപ്പൂർ ആയിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആൻഡ് ഇന്ത്യൻ നാഷണൽ ബാങ്ക് അപ്പോയിന്റ് ന്യൂ MDs ആൻഡ് CEO. സോ നമ്മുടെ 2 ബാങ്ക് ഉണ്ട്, PNB ആൻഡ് ഇന്ത്യൻ ബാങ്ക്. അതിന് പുതിയ MD ആൻഡ് CEO വന്നിട്ടുണ്ട്. അപ്പോൾ PNBന്റെ MD ആൻഡ് CEO ആരാണ്? അശോക് ചന്ദ്രയാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെത് വിനോദ് കുമാറുമാണ്. PV സിന്ധു പാർട്ട്നേഴ്സ് വിത്ത് പ്യൂമ ഇന്ത്യ. സോ നമ്മുടെ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ടുള്ള PV സിന്ധു എന്തായി? പ്യൂമ ഇന്ത്യൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ടേക്ക് ഓത്ത് ആസ് 47th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. JD വാൻസ് സോൺ ഇൻ ആസ് വൈസ് പ്രസിഡന്റ്. US-ന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട്, അതായത് 47th പ്രസിഡന്റ് ആയിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും ഓൾഡസ്റ്റ് പേഴ്സൺ, ഇപ്പം US-ന്റെ ഹിസ്റ്ററിയിലെ ഓൾഡസ്റ്റ് പേഴ്സൺ എവർ ഇനാഗുറേറ്റഡ് ആസ് പ്രസിഡന്റ് ആണ്. അതേപോലെ തന്നെ JD വാൻസ് വൈസ് പ്രസിഡന്റ്, 15th വൈസ് പ്രസിഡന്റ് ആണ് US-ന്റെ. അദ്ദേഹം 3rd യങ്ങസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് US ആണ്. നമ്മുടെ ഇന്ത്യയിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കർ ആണ് പോയിട്ടുള്ളത്. അലോക് കുമാർ അഗർവാൾ അപ്പോയിന്റഡ് ആസ് CEO ഓഫ് സൂരജ് കൊടക് ജനറൽ ഇൻഷുറൻസ്.
സോ സൂരിച്ച് കൊടക് ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ MD ആൻഡ് CEO ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആരാണ്? അലോക് കുമാർ അഗർവാൾ ആണ് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സഞ്ജീവ് രഞ്ജൻ അപ്പോയിന്റഡ് ആസ് സെക്രട്ടറി ജനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. സോ എന്തായി ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത്? അതൊരു 23 മെമ്പർ സ്റ്റേറ്റ്സ് ഉള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. 1997 അത് ഫോം ചെയ്തിരിക്കുന്നത് ടു ഫോസ്റ്റർ ദ റീജിയണൽ എക്കണോമിക് കോപ്പറേഷൻ. സോ അതിൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് ഇപ്പോൾ സഞ്ജീവ് രഞ്ജൻ ആണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ലിങ്ക്ഡിൻ അപ്പോയിന്റ്സ് ദീപക് അഗർവാൾ ആസ് ചീഫ് AI ഓഫീസർ. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡിൻ ഉണ്ട്, അതിൻ്റെ ചീഫ് AI ഓഫീസറായിട്ട് ദീപക് അഗർവാൾ ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. P. Sureraj ടേക്ക് ചാർജ് ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ധനലക്ഷ്മി ബാങ്ക്. സോ ധനലക്ഷ്മി ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? P. Sureraj. അദ്ദേഹം RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുന്നേ. നെക്സ്റ്റ് നീരജ് പരാഗ് അപ്പോയിന്റഡ് ആസ് CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റിലയൻസ് പവർ. അപ്പം റിലയൻസ് പവറിന്റെ CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നീരജ് പരാഗ് ആണ്. സോ ഇതായിരുന്നു നമ്മൾ ജനുവരിയിൽ ഉണ്ടായിട്ടുള്ള മെയിൻ അപ്പോയിന്റ്മെന്റ്. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി നോക്കാം. CSIR ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് പാരസെറ്റമോൾ. സോ നമുക്കറിയാം പാരസെറ്റമോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ് എല്ലാത്തിനും. നമുക്ക് പുറത്തുനിന്നുള്ള വേരിയസ് കൺട്രീസിൽ നിന്നായിരുന്നു നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് കർണാടക ബേസ്ഡ് സത്യദീപ്ത ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, അത് പാരസെറ്റമോളിനെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നഫിത്രോമൈസിൻ. നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ഡൊമസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്ത ആൻറ്റിബയോട്ടിക് ആണ് നഫിത്രോമൈസിൻ. ഫസ്റ്റ് കേസ് ഓഫ് HMPV ഡിറ്റക്റ്റഡ് ഇൻ ബാംഗ്ലൂരു. സോ നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചൊരു ഇതായിരുന്നു HMPV നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന്. ബാംഗ്ലൂരിലെ ഒരു 8 month ഓൾഡ് ബേബിക്കായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ എന്താണ് HMPV? ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ്. അതിൻ്റെ ഫസ്റ്റ് കേസാണ് നമ്മൾ ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് ശരിക്കും ആദ്യമായിട്ടല്ല, 2001 ഡിറ്റക്റ്റ് ചെയ്തതാണ്. ഈ HMPV വൈറസ് ന്യൂമോണോ വിരിഡെ ഫാമിലിയിൽ പെട്ടതാണ്. സോ കോമൺ കോൾഡ് പോലെ തന്നെ നോർമൽ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റിസും ന്യൂമോണിയും ഒക്കെ ഡെത്തിലേക്ക് വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഇനി മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ HMPVക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും വർക്ക് ആവില്ല എന്നുള്ളതാണ്. ISRO സക്സസ്ഫുള്ളി ജെർമിനേറ്റഡ് കൗപ്പി സീഡ്സ് അണ്ടർ മൈക്രോഗ്രാവിറ്റി കണ്ടീഷൻ. സോ നമ്മുടെ ISRO കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതുവഴി കൗപ്പി സീഡ്സിൻ്റെ എന്ത് ചെയ്തു? മൈക്രോഗ്രാവിറ്റി ഫാമിങ്ങിൽ POM4 POEM4 സ്പ്രൗട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അത് ആരെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. മൈക്രോഗ്രാവിറ്റി കണ്ടീഷനിൽ കൗപ്പി സീഡ്സിനെ സ്പ്രൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ഗ്രാമിൻ ഇൻറീച്ച്? സോ നമ്മൾ ഈ അടുത്തൊരു ന്യൂസ് കണ്ടു, ഡൽഹി എയർപോർട്ടിൽ ഒരു സ്കോട്ടിഷ് ഹൈക്കറിനെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഗ്രാമിൻ ഇൻറീച്ച് ആണ്. സോ എന്താണ് ഗ്രാമിൻ ഇൻറീച്ച്? ഗ്രാമിൻ ഇൻറീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്വിസ് ബേസ്ഡ് പോപ്പുലർ GPS ആൻഡ് സാറ്റലൈറ്റ് മെസ്സേജിംഗ് ഡിവൈസ് ആണ് ഈ ബാക്ക് പാക്കേഴ്സും ക്ലൈംബേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലും അതേപോലത്തെ കൺട്രീസിലും ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. CPCRI launches organic manure കൽപ്പഭൂമ ഫോർ ദ നീഡ് ഓഫ് അർബൻ ഡ്വെല്ലേഴ്സ്. സോ കാസർഗോഡുള്ള ICARന്റെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ ഓർഗാനിക് മാനുവർ കൊണ്ടുവന്നു. ഏതാണ് പ്രൊഡ്യൂസ് ചെയ്തത്? കൽപ്പഭൂമ. അവർ ആർക്ക് വേണ്ടിയിട്ടാണ്? ശരിക്കും അർബൻ ഡ്വെല്ലേഴ്സിനെ മൈൻഡിൽ വെച്ചിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിപ്ല ലോഞ്ചസ് സിപ്പ് എയർ ആപ്പ് ഫോർ ആസ്മ സ്ക്രീനിങ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിൽ സിപ്ല എന്ത് ചെയ്തു? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ലൈൻ ഓഫ് സ്ക്രീനിങ് ഫോർ ആസ്മ ഇൻ ഇന്ത്യ. SS Rajamouli unveils India's first Dolby certified post production facility at Nagarjuna Annapurna Studio. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡോൾബിന്റെ കൊളാബറേഷൻ വെച്ചിട്ടാണ്. സോ RRR അതാണ് ഫസ്റ്റ് എവർ ഇന്ത്യൻ ഫിലിം ടു റിലീസ് ഇൻ ഡോൾബി സിനിമ. ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റ സെന്റർ പോർട്ടൽ ലോഞ്ച്ഡ് ഫോർ ഇന്ത്യൻ ജീനോം ഡാറ്റ. സോ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രെയിംവർക്ക് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ പ്രോട്ടോകോൾസ്, അതേപോലെ തന്നെ ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റ സെൻട്രൽ പോർട്ടൽസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ 10,000 ഹോൾ ജീനോം സാമ്പിൾസിനെ നമുക്ക് ഇന്ത്യയിലും അതേപോലെ തന്നെ ഗ്ലോബലി ഉള്ള റിസർച്ചേഴ്സിന് ഈ ജീനോം സാമ്പിൾസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ, ഡാറ്റ പ്രോട്ടോകോളും അതേപോലെ തന്നെ പോർട്ടലും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രോട്ടോകോൾസ് എന്തിനാന്ന് വെച്ചാൽ ഈ ഡാറ്റാസ്, ഈ ജീനോം ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ അത് വളരെ റെസ്പോൺസിബിൾ മാനർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ മാനറിൽ ഇത് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്.
പിന്നെ ഇന്ത്യ നമ്മുടെ ബയോടെക്കിൽ ഗ്ലോബലി 12th റാങ്കിലും അതേപോലെ തന്നെ ഏഷ്യ പസഫിക് റീജിയനിൽ 3rd റാങ്കുമാണ് നിൽക്കുന്നത്. BMCRI to set up South India's first infectious disease research lab. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പീയൂഷ് ഗോയൽ ലോഞ്ചസ് ഭാരത് ക്ലിൻടെക് മാനുഫാക്ചറിംഗ് പ്ലാറ്റ്ഫോം അറ്റ് ഭാരത് ക്ലൈമറ്റ് ഫോറം 2025. സോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്തിനാന്ന് വെച്ചാൽ പോളിസി, ഇൻഡസ്ട്രി, ഫിനാൻസ് ആൻഡ് റിസർച്ച് അതിലൊക്കെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം യൂണിഫൈ ചെയ്തിട്ട് നമ്മുടെ ഒരു ക്ലിൻടെക് മാനുഫാക്ചറിങ് അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക, അതിനൊരു ഗ്രോത്ത് കൊണ്ടുവരിക. ഏതൊക്കെ സെക്ടേഴ്സിലാണ്? സോളാർ, വിൻഡ്, ഹൈഡ്രജൻ, ബാക്ടീരിയ സ്റ്റോറേജ്, അങ്ങനത്തെ എല്ലാത്തിലും ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ബാക്ക്ഡ് പിക്സൽ സക്സസ്ഫുള്ളി ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ. സോ എന്താണ് കോൺസ്റ്റലേഷൻ? അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. സോ പിക്സൽ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈവറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഇല്ലേ, അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി ഹൈലി ഡീറ്റെയിൽഡ് ഡാറ്റയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ ബാക്ക്ഡ് പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു 5-year-old സ്റ്റാർട്ടപ്പാണ്. വൈക്കോം 18 മീഡിയ ബിക്കം ഡയറക്റ്റ് സബ്സിഡറി ഓഫ് റിലയൻസ് ഇൻഡസ്ട്രി. സോ നമ്മുടെ വൈക്കോം 18 എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ്. അവർ മുന്നേ, അതായത് ഈ ഒരു ഡയറക്റ്റ് സബ്സിഡറി ആവുന്നതിന് മുന്നേ മെറ്റീരിയൽ സബ്സിഡറി ഓഫ് നെറ്റ്വർക്ക് 18 മീഡിയ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അവർ റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ ഡയറക്റ്റ് സബ്സിഡറി ആയിട്ട് മാറിയിട്ടുണ്ട്. IIT കാൺപൂർ സെറ്റ്സ് റെക്കോർഡ് വിത്ത് 152 IPR ഫയലിംഗ്സ് ഇൻ 2024. സോ നമ്മുടെ IIT കാൺപൂർ ഒരു മൈൽ സ്റ്റോൺ, ഒരു റെക്കോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സിംഗിൾ ഇയറിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് IPR ആണ്. എത്രയാണ്? 1200 IPR. അതേപോലെ തന്നെ അവർക്ക് സ്റ്റെം ഇമ്പാക്റ്റ് അവാർഡ് 2024 കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഡോസർ പുഷ് മൈനിങ് മെത്തേഡ്? നമുക്കറിയാം ഈ ട്രഡീഷണൽ മൈനിങ് ചെയ്യുമ്പോൾ മാൻ പവർ ആവശ്യമുണ്ട്. സോ ഈ ഡോസർ പുഷ് മൈനിങ് മെത്തേഡ് ആരാണ് ഫസ്റ്റ് ചെയ്തത്? നമ്മുടെ CSI ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച്. അവരാണ് ഫസ്റ്റ് ട്രയൽ ബ്ലാസ്റ്റ് ഫോർ ദ ഡോസർ പുഷ് മൈനിങ് മെത്തേഡ് നടത്തിയത്. സോ ഇത് എവിടെയായിരുന്നു? PEKB, പർസ ഈസ്റ്റ് ആൻഡ് കണ്ട ബസാൻ. അതൊരു കോൾ മൈൻ ആണ്. എവിടെയാണ്? നമ്മുടെ അദാനി എന്റർപ്രൈസ് ലിമിറ്റഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഛത്തീസ്ഗഡിലുള്ള ഒരു കോൾ മൈൻ ആണ്. സ്പേഡെക്സ് മിഷൻ, ഇന്ത്യ ബിക്കം 4th നേഷൻ ടു അച്ചീവ് സക്സസ്ഫുൾ സ്പേസ് ഡോക്കിംഗ് ഓഫ് 2 സാറ്റലൈറ്റ്. സോ നമ്മൾ കണ്ടു, US-നും ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം ഇന്ത്യ 4th കൺട്രി ആയിട്ട് സ്പേസ് ഡോക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ എന്താണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ 2 ഫ്രീ ഫ്ലൈയിങ് ആയിട്ടുള്ള സ്പേസ് വെഹിക്കിൾസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഡോക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഒരു സിംഗിൾ സാറ്റലൈറ്റ് ആയിട്ട് പിന്നെ മാറുകയാണ്. സോ ഇത് നമ്മൾ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ക്യാബിനറ്റ് അപ്രൂവ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 3rd ലോഞ്ച് പാഡ്. സോ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യക്ക് 2 ലോഞ്ച് പാഡാണ്. അപ്പം ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസിനൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ 2nd ലോഞ്ച് പാഡിന് ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ള രീതിയിലും കൂടി ഒരു 3rd ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. സോ ഒരു 4 ഇയേഴ്സിനുള്ളിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും. ന്യൂ സിസ്റ്റം ഡെവലപ്ഡ് ഫോർ വിയറബിൾ ഡിവൈസസ് ദാറ്റ് ക്യാൻ ഡിറ്റക്ട് സ്ട്രെസ്. സോ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് ബാംഗ്ലൂരുള്ളത് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു? ഒരു വിയറബിൾ ഡിവൈസ്, അതായത് സ്ട്രെസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. മൂൺ ആഡഡ് ടു ദ ലിസ്റ്റ് ഓഫ് ത്രെട്ടൻഡ് കൾച്ചറൽ സൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ വേൾഡ് മോണുമെന്റ് ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൂണിനെ ത്രെട്ടൻഡ് കൾച്ചറൽ സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ട്രിപ്സ് ഒക്കെ മുകളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുവഴി ലൂട്ടിങ്ങും അതേപോലെ തന്നെ ഡിസ്ട്രക്ഷൻസ് ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ ത്രെട്ടൻഡ് കൾച്ചറൽ സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഒറിജിൻ ലോഞ്ച് ഇസ് ഫസ്റ്റ് ഓർബിറ്റൽ റോക്കറ്റ് ന്യൂ ഗ്ലെൻ. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ ഒരു ന്യൂ ഗ്ലെൻ റിയൂസബിൾ റോക്കറ്റ് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. SIAM's 3rd ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ സർക്കുലാരിറ്റി. എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ ഭൂപേന്ദ്ര യാദവ് എന്ത് ചെയ്തു? സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ SIAM അവിടെ ഒരു കോൺഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തീം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പോസിറ്റീവ് റീസൈക്ലിംഗ് ആണ്. കേരള CM പിണറായി വിജയൻ ലോഞ്ചസ് കവച ഡിസാസ്റ്റർ റിസ്ക് വാർണിംഗ് സിസ്റ്റം. സോ നമ്മൾ കവചം എന്ന് പറഞ്ഞാൽ കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ സീൽ റഷ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ കവചം എന്ന് പറയുന്ന ഇതിന് കുറച്ച് സൈറൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യും? നമുക്ക് ലൊക്കേഷൻ ബേസ്ഡ് SMS അതേപോലെ അതർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴി ഇൻഫോർമേഷൻസ് ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കും.
ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതേപോലെ തന്നെ ആരുടെ സപ്പോർട്ടിലാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് വേൾഡ് ബാങ്ക് ആണ്. അതാണ് കവചം. ICAR റീനെയിം സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ICARന്റെ സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമന്ത്രിയിലുള്ളത്, അതിന്റെ നെയിം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ എന്നായിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. ജീനോം എഡിറ്റിംഗ് ലബോറട്ടറി ലോഞ്ച്ഡ് അറ്റ് NIRCA ഇൻ രാജമഹേന്ദ്രവരം. സോ നമുക്ക് ടെർമറിക്കും ചില്ലി, കാസ്റ്റർ, അശ്വഗന്ധ അങ്ങനത്തെ വെറൈറ്റീസിന്റെ ജീൻ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജമന്ത്രിയിലെ NIRCAയിൽ ജീനോം എഡിറ്റിംഗ് ലബോറട്ടറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടു റീപ്ലേസ് മൈത്രി വിത്ത് മൈത്രി 2 റിസർച്ച് സ്റ്റേഷൻ. അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി. സോ അത് ഏജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കാരണം അത് റീപ്ലേസ് ചെയ്ത് മൈത്രി 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് അന്റാർട്ടിക്കയിലാണ്. 2029 ആകുമ്പോഴേക്കും അതിൻ്റെ കംപ്ലീഷൻ നടത്തുന്നതാണ് പറയുന്നത്. ഏകദേശം 90 സയൻറ്റിസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്ത്യൻ്റെ അന്റാർട്ടിക് പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിൺ ഗംഗോത്രി, മൈത്രി ആൻഡ് ഭാരതിയാണ്. സോ നമ്മൾ ഈ മൈത്രിയാണ് ഇനി മൈത്രി 2 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ദക്ഷിൺ ഗംഗോത്രി ഓൾറെഡി മഞ്ഞ് വീണിട്ട് ഡീകമ്മീഷൻ ചെയ്തു പോയി. ഇന്ത്യ ടു ഡിപ്ലോയ് ഫസ്റ്റ് ഹ്യൂമൻ ഓപ്പറേറ്റഡ് അണ്ടർ വാട്ടർ സബ്മേഴ്സിബിൾ. സോ നമുക്ക് ഡീപ്പ് സീ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറൈൻ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഒരു അംബീഷ്യസ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹ്യൂമൻ ഓപ്പറേറ്റഡ് അണ്ടർ വാട്ടർ സബ്മേഴ്സിബിൾ. ചെക്ക് യു ഇൻട്രൊഡ്യൂസ് വൈസർ, ഇന്ത്യസ് ഫസ്റ്റ് AI പവേർഡ് ക്രെഡിറ്റ് കാർഡ് എക്സ്പെർട്ട്. സോ ഇതെന്തിനായി ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കയോസൊക്കെ ക്ലാരിറ്റിയിൽ എത്തിക്കുകയും അതേപോലെ തന്നെ നമുക്ക് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഇൻറ്ററാക്ട് ചെയ്യാനും അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഇൻസൈറ്റ്സ് കൊടുക്കാനും റിവാർഡ്സ് ഒക്കെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. പുരുളിയ ഒബ്സർവേറ്ററി, ഫസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ഇനാഗുറേറ്റഡ് ഇൻ ബംഗാൾ. സോ നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യൻ്റെ ഫസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് പുരുളിയ ഒബ്സർവേറ്ററി. സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിന്ധു കാനു മിർസ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒബ്സർവേറ്ററി റൺ ചെയ്യാനും അതേപോലെ തന്നെ അതിന് വേണ്ടിയുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ സർജിക്കൽ റോബോട്ട് SSI മന്ത്ര ഇൻസ്റ്റാൾഡ് അറ്റ് മഹാരാഷ്ട്ര നോബൽ ഹോസ്പിറ്റൽ. സോ നമുക്ക് ഈ ജനറൽ സർജറി അതേപോലെ തന്നെ കാർഡിയോ തൊറാസിക് സർജറീസ്, കോംപ്ലക്സ് സർജറീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിനൊരു എൻഹാൻസ്ഡ് പ്രിസിഷനും അതേപോലെ തന്നെ ഒരു എൻഹാൻസ്ഡ് കൺട്രോളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർജിക്കൽ റോബോട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു സർജിക്കൽ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് SSI മന്ത്ര. അത് മഹാരാഷ്ട്രയിലെ നോബൽ ഹോസ്പിറ്റൽസിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു 5 റോബോട്ടിക് ആംസും ഉണ്ട്, അതേപോലെ 3D HD ഹെഡ്സെറ്റ് ഉണ്ട്, ഒരു 3D VK വിഷൻ കാർട്ടും ഉണ്ട്. ഇന്ത്യ വെൽക്കം ഇസ് ഫസ്റ്റ് ജനറേഷൻ ബീറ്റ ബേബി ഫ്രാങ്കി സണ്ടക് ബോൺ ഇൻ ഐസ്വാൾ മിസോറാം. സോ ഈ ജനറേഷൻ ബീറ്റ എന്ന് പറയുന്നത് 2025 ആൻഡ് 2039 ഇടയിൽ ജനിച്ച കുട്ടികളെയാണ്. സോ അവർ അഡ്വാൻസ്ഡ് AIയിലാണ് ജീവിക്കാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ഈ ജനറേഷൻ പറ്റി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡേഴ്സ് ആണ്. അവരൊരു 1925 to 45 ഇടയിലുള്ളവർ. പിന്നെ വരുന്നത് ബൂമേഴ്സ് ആണ്. പിന്നെ ജനറേഷൻ X, ജനറേഷൻ Y, ജനറേഷൻ Z, പിന്നെ ജെൻ 2010 to 2024, പിന്നെ വരുന്നതാണ് ജെൻ ബീറ്റ എന്ന് പറയും. സോ ഇത്രയായിരുന്നു നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ജനുവരിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി നമുക്ക് ഫിനാൻസ് ന്യൂസ് നോക്കാം. ബാങ്ക് നെറ്റ് ഇ ഓപ്ഷൻ പോർട്ടൽ ഫോർ ഇ ഓപ്ഷൻ ഓഫ് പ്രോപ്പർട്ടി. സോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇൻ ന്യൂഡൽഹിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ M നാഗരാജു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇ ഓപ്ഷൻ പോർട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബാങ്ക് നെറ്റ്. SBI ഇൻട്രൊഡ്യൂസസ് ഹർ ഘർ ലാഖ്പതി ആൻഡ് SBI പാട്രൻസ് ഡെപ്പോസിറ്റ് സ്കീം. സോ നമ്മുടെ SBI 2 സ്കീമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഹർ ഘർ ലാഖ്പതി ആൻഡ് SBI പാട്രൻസ്. സോ ഈ ഹർ ഘർ ലാഖ്പതി എന്ന് പറയുന്നത് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമാണ്. ഒരു 1 lakh വരെ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കസ്റ്റമേഴ്സിന് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ മിനിമം ടെനർ എന്ന് പറയുന്നത് 12 months മാക്സിമം പറയുന്നത് 120 months ആണ്. മൈനേഴ്സിനും അവൈലബിൾ ആണ്. ദെൻ SBI പാട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്. മെയിൻലി സീനിയർ സിറ്റിസൺസ്, അതായത് 80 years ആൻഡ് എബവ് ഉള്ളവർക്കാണ് ഈ SBI പാട്രൻസ് ഉള്ളത്. ഇത്രയാണ് ജനുവരിയിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ ഫിനാൻസ്. ബാക്കി ന്യൂസ് വേറെ പാർട്ടായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അത് നല്ലതായി തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം.